أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى ولنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى قال موعدكم يوم الزينة وأن يحشر الناس ضحى فتولى فرعون فجمع كيده ثم أتى صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ത്വാഹയിലെ 56 മുതൽ 60 കൂടി 5 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ. വലഖദ് അറൈനാഹു, നാം അവന് കാണിച്ചു കൊടുത്തു. ആയാത്തിന കുല്ലഹ, നമ്മുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും നാം ഫിർഔന് കാണിച്ചു കൊടുത്തു. ഫകദ്ദബ, അപ്പോൾ അവൻ കളവാക്കി. വഅബ, അവൻ വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ കളവാക്കുകയും വിസമ്മതിക്കുകയുമാണ് ചെയ്തത്. ഖാല, ഫിർഔൻ പറഞ്ഞു, അജീത്തന, നീ വന്നിരിക്കുന്നത് ലിതുഖ്രിജന മിൻ അർളിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനാണോ നീ വന്നത്? ബിസിഹരിക്ക, നിൻ്റെ ഈ മാരണം കൊണ്ട്. യാ മൂസ, ഓ മൂസ, നിൻ്റെ ഈ മാരണം കൊണ്ട് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണോ നിന്റെ തീരുമാനം? വലനെത്തിയെന്നക്ക, നാം കൊണ്ടുവരിക തന്നെ ചെയ്യും. ബിസിഹരി മിസ്ലിഹി, ഇതുപോലെയുള്ള ജാലവിദ്യ, ഇതേപോലെയുള്ള ജാലവിദ്യകൾ ഞങ്ങളും കൊണ്ടുവരിക തന്നെ ചെയ്യും. ഫജാൽ, അതുകൊണ്ട് നീ നിശ്ചയിച്ചോ, ബൈനനാവ ബൈനക്ക, നമ്മുടെയും നിൻ്റെയും ഇടയിൽ മൗഇദൻ, ഒരവധി. നിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇടയിൽ നീ തന്നെ ഒരവധി നിശ്ചയിച്ചോ. ലാ നുഖ്ലിഫുഹു, ഞങ്ങളൊരിക്കലും അത് ലംഘിക്കുകയില്ല. നഹ്നു, ഞങ്ങൾ, വലാ അന്ത, നീയും ഞങ്ങളും ആ അവധി തെറ്റിക്കാൻ പാടില്ല. മക്കാനൻ സുവ, ഒരു സൗകര്യപ്രദമായ സ്ഥലത്തായിരിക്കണം മത്സരം നടക്കുന്നത്. മക്കാനൻ സുവ, ഒരു സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ച്. ഖാല, അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, മൗഇദുക്കും, നിങ്ങൾക്കുള്ള അവധി, യൗമു സീനത്തി, ഉത്സവ ദിവസമായിക്കോട്ടെ. നിങ്ങൾക്കുള്ള അവധി നമ്മുടെ ഉത്സവത്തിൻ്റെ ദിവസമാവട്ടെ. വഅൻ യുഹ്ശറ നാസു ളുഹ, മാത്രമല്ല ജനങ്ങൾ ളുഹാ സമയത്ത്, പൂർവാന സമയത്ത് അവരെത്തിച്ചേരുകയും ചെയ്യട്ടെ, ഒരുമിച്ച് കൂടുകയും ചെയ്യട്ടെ. ജനങ്ങൾ ളുഹാ സമയത്ത്, പൂർവാന സമയത്ത് ഒരുമിച്ച് ചേരുകയും ചെയ്യട്ടെ. ഫതവല്ല ഫിർഔൻ, അങ്ങനെ ഫിർഔൻ പിന്തിരിഞ്ഞു. ഫജമാ കൈദഹു, അവൻ്റെ കുതന്ത്രങ്ങൾ അവൻ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഫിർഔൻ പിന്തിരിഞ്ഞു പോയി. പിന്നീട് അവൻ അവൻ്റെ കുതന്ത്രങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. സുമ്മ അത, പിന്നീട് അവൻ വരികയും ചെയ്തു. മൂസ അലൈഹിസ്സലാം അദ്ദേഹം ഫിർഔൻ്റെ അടുക്കൽ ചെന്നു. ഫിർഔനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾക്ക് യാതൊരു വിധത്തിലും ഒരു മാറ്റവും അതുകൊണ്ടുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഫിർഔൻ കുറെ കൂടി ധിക്കാരിയായി മാറുകയാണ് ചെയ്തത്. വലഖദ് അറൈനാഹു ആയാത്തിനാ കുല്ലഹ, നമ്മുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും അവന് നാം കാണിച്ചു. ഫകദ്ദബ വഅബ, അവൻ കളവാക്കുകയും അതുപോലെ തന്നെ പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുകയാണ് ചെയ്തത്.
നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദൃഷ്ടാന്തവും അയാൾക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ള നിലക്കല്ല, സാമാന്യം വലിയ തോതിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ അയാൾക്ക് നാം എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ അയാൾക്ക് കിട്ടി. പക്ഷെ അദ്ദേഹം അയാളത് ചെവിക്കൊള്ളുകയോ അതിനനുസരിച്ച് മാറാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്തില്ല. അയാൾ നേരെ തിരിച്ചു ചോദിക്കുകയാണ്, കാലാ ജീർത്തന ലിതുഖ്രിജന മിൻ അർളിന ബിസിഹ്രിക യാ മൂസ. നിന്റെ മാരണം കൊണ്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണോ നിന്റെ ഭാവം? നീ അതിനാണോ ഒരുങ്ങുന്നത്? സാധാരണഗതിയിൽ ധിക്കാരികളായ ആളുകളൊക്കെ മറ്റാൾക്കാരുടെ പിന്തുണ കിട്ടാൻ കൂടി പറയുന്ന വാക്കാണിത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കണോ? ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കഴിയില്ല. നാടിൻ്റെ കാര്യത്തിലൊന്നും മൂസാ നബി അലൈഹി ഇസ്ലാം ഒന്നും പറഞ്ഞിട്ടില്ല ഇതേവരെ. പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഫിറോൻ പറയുന്ന ഒരു പ്രയോഗമാണ്, നീ ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്നിട്ട് അതിനു വേണ്ടി വല നെഹത്തി എന്നൊക്കെ നാം കൊണ്ടുവരിക തന്നെ ചെയ്യും ബിസിഹിരിം ബിസിലിയും. ഇതേപോലെയുള്ള മാരണം ഞങ്ങളും കൊണ്ടുവരും. നീ ഇപ്പോൾ വടി നിലത്തിട്ടപ്പോൾ പാമ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൈ കക്ഷത്തുനിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ അത് പ്രകാശമാനമായിട്ടുണ്ട്. അതുപോലുള്ള മാരണങ്ങൾ ഞാനും കൊണ്ടുവരും. എന്നിട്ട് അയാൾ പറയുന്നത്, വജാൽ ബൈനന ബൈനക മൗഇദൻ ലാ നുഖ്ലിഹു നഹ്നു വലാ അൻത മക്കാനൻ സുവാ. ഒരു നല്ലൊരു സ്ഥലത്ത്, സൗകര്യപ്രദമായൊരു സ്ഥലത്ത് ഞാനും നീയും ഒന്നും വാക്ക് ലംഘിക്കാത്ത രൂപത്തിൽ നമുക്കൊരു ഡേറ്റ് നീ തന്നെ നിശ്ചയിച്ചോ, സന്ദർഭം നീ തന്നെ പറഞ്ഞോ. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാം തന്നെ പറയാം, അതിലേക്ക് ഫിർഔൻ നിൽക്കുക എന്ന രൂപത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യം മൂസാ അലൈഹി ഇസ്ലാമിന് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ മൂസാ അലൈഹി ഇസ്ലാം അവിടെ കാലം മൗഇദുക്കും യൗമുസ്സീന, നിങ്ങളുടെ അടുക്കുള്ള അവധി എന്ന് പറയുന്നത് ഉത്സവ ദിവസം. വായുഹ്ശറന്നാസു ളുഹ, ജനങ്ങൾ ളുഹ സമയത്ത്, പൂർവാന സമയത്ത്, സൂര്യൻ ഉച്ചയിലെത്തുന്നതിന് മുമ്പ് എല്ലാവരും വരട്ടെ. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് മൂസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ നബിയാണ് എന്നുള്ളത് വളരെ കുറഞ്ഞ ആളുകൾക്ക് ആ സമയത്ത് കാണുന്നുള്ളൂ, അറിയുന്നുള്ളൂ. ഫിറോൻ്റെ അടുത്ത് നിന്ന് സംഭാഷണം തുടങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ജനങ്ങളിൽ ഈ ദീനിൻ്റെ ആളാണ് എന്നുള്ളതും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ളതും വ്യക്തമായി മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു വേദിയാണ് മൂസാ അലൈഹി ഇസ്ലാം. കാരണം ഈ നാട്ടുകാർ മുഴുവൻ ഒരുമിച്ച് കൂടുന്നത് അന്നത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ഉത്സവ സമയത്താണ്. ആ ഉത്സവത്തിൻ്റെ ദിവസം എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് മൂസാ അലൈഹി ഇസ്ലാം തൻ്റെ ഈ അള്ളാഹു തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും പ്രവാചകനാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അനേകായിരങ്ങൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താനും സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിനെ കൂടുള്ളത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് പിഴവ് പറ്റില്ല. അള്ളാഹു അദ്ദേഹത്തെ ഒരിക്കലും വഴിയിൽ വിട്ടേച്ച് പോവില്ല. അതുകൊണ്ട് അവരോട് ആ ലുഹാ സമയം എന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ ഒരു സൂര്യൻ ഏതാണ്ട് പോകുന്നത് ഒരു 9 മണിയൊക്കെ ആകുന്ന സമയത്ത് ജനങ്ങളൊക്കെ ഒരുങ്ങിപ്പുറപ്പെട്ട് ഒരു കാര്യത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭം നോക്കിയിട്ട് അങ്ങനത്തെ ഒരു സമയത്തായിക്കോട്ടെ, എന്നാൽ പരമാവധി ആളുകൾ പങ്കെടുത്തോളും. അവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഈ വടിയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ അവർക്ക് കൃത്യമായ രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ പ്രബോധനം, ഇസ്ലാമിലേക്ക് പ്രബോധനം അദ്ദേഹത്തിന് നടത്താൻ ഒക്കും എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ആ ളുഹാ സമയമാക്കിയതും അതേപോലെ തന്നെ യൗമുസ്സീന ഉത്സവ ദിവസമാക്കിയതും അവരുടെ ആഘോഷ ദിവസമാക്കിയതും ഇതേ ആലോചന കൊണ്ട് തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ മിക്കവാറും ആളുകളും അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഫതവല്ല ഫിറോൻ അവിടുന്ന് പിന്തിരിഞ്ഞു. അഥവാ ഇവരുടെ സംഭാഷണം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമും ഫിർഔനും തമ്മിൽ, അല്ലെങ്കിൽ ഹാറൂനും മൂസാ നബിയും ഫിർഔനും കൂടിയുള്ള ആ ഒരു സംഭാഷണം പിന്നെ നമ്മൾ കാണുന്നേയില്ല. പിന്നെ സംഭാഷണം അല്ല ഉള്ളത്, പിന്നെ അവർ പ്രവർത്തനത്തിലേക്ക് വരിക. അപ്പോൾ അതിന് ഫിറോനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തണം. ആ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾ പരമാവധി ആരൊക്കെയാണോ ഈ ജാലവിദ്യയിൽ പ്രഗത്ഭനായിട്ടുള്ളത് നാട്ടിൽ, ആ ആൾക്കാരെ മുഴുവൻ അവിടേക്ക് എത്തിക്കണം. അതാണ് ഫജമാ കൈദഹു എന്ന് പറയുന്നത്. അവൻ്റെ എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളും അവൻ ഒരുമിച്ച് കൂട്ടി. അഥവാ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ മുഴുവൻ എവിടെയാണോ ഉള്ളത് അവരെ അവിടെ പോയി കാണുകയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വലിയ ഓഫറുകൾ നൽകുകയോ ജയിച്ചാൽ കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രൊപ്പഗണ്ട നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് കണ്ടമാനം ആളുകളെ, അതും ഈ കാര്യത്തിൽ ഈ ജാലവിധിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തന്നെ ഒരു മുഅ്ജിസത്താണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നതല്ല. മുഅ്ജിസത്താണെന്ന് ഒരിക്കലും ഫിർഔന് തോന്നുന്നു പോലുമില്ല. അപ്പോൾ ഇതൊരു ജാലവിദ്യയാണ്. അതിനേക്കാൾ വലിയ ജാലവിദ്യക്കാർ നാട്ടിലുണ്ട്. നാട്ടിലുള്ള എല്ലാ ജാലവിദ്യക്കാരെയും കൊണ്ടുവന്നിട്ട്
മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവമാണ് അയാൾ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അയാൾ എല്ലാ വിധത്തിലുള്ള കുതന്ത്രങ്ങളും ഒരുമിച്ച് കൂട്ടി സുമ്മ അത്ത, പിന്നീട് അവൻ വന്നു, അഥവാ റെഡിയായി. ആ ദിവസം എന്നാണോ അവർ ഒരുമിച്ച് കൂടാൻ പറഞ്ഞിട്ടുള്ളത് ആ ദിവസം അയാൾ എത്തി എന്നർത്ഥം. ഇനി ഈ മത്സരവും കാര്യങ്ങളുമാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന് ശരിയായ രൂപത്തിൽ ആ മുഅ്ജിസത്തും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്ന സംഗതി നടപ്പിലാക്കി കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്ന വിശ്വാസികളോട് തന്നെ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.